ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് പ്രോഡക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഒരു പേര് കേൾക്കാത്തവരായിട്ട് നമുക്കിടയിൽ ഇപ്പോൾ ആരും തന്നെ ഉണ്ടാവില്ല. ഒരുപാട് തൊഴിലവസരങ്ങളും ഒരുപാട് ജോലി സാധ്യതകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയൊരു ജോബ് റോളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലായാൽ പോലും അല്ലെങ്കിൽ നമ്മുടെ പുറം രാജ്യങ്ങളിലായാൽ പോലും ഒരുപാട് തൊഴിലവസരങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ കാത്തുനിൽക്കുന്നത്. ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കാനായിട്ട് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നും അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ റോളുകൾ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു, ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സ്ലൈഡ്സാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ സ്ലൈഡ്സും ഞാൻ എടുക്കുന്ന ഓരോ പോർഷൻസ് ആയപ്പോലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആ ഒരു സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഞാനത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസോ, സെർച്ച് എൻജിൻസോ, വെബ്സൈറ്റോ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോ, ഇമെയിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസോ വഴി ആ ഒരു സർവീസോ ആ ഒരു പ്രൊഡക്റ്റോ പ്രൊമോട്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ സർവീസോ പ്രൊഡക്റ്റോ പ്രൊമോട്ട് ചെയ്യുന്ന രീതി. അതായത് മറ്റുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് അഡ്വാൻറ്റേജാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പെർഫോമൻസ് ആളുകളുടെ ഇടയിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൊബൈൽ ഫോൺ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ കിട്ടേണ്ട ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏത് ക്യാമ്പയിൻ ആയാലും, അതായത് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ആയാൽ പോലും നിങ്ങൾക്ക് റിയൽ ടൈമിൽ അത് ഒപ്റ്റിമൈസ് ചെയ്യാം, മോണിറ്റർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് കൊണ്ട് വളരെ ചുരുക്കി പറഞ്ഞാലുള്ള ഏറ്റവും ഫസ്റ്റ് പോയിന്റ്. വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് മാർക്കറ്റിംഗ് രീതിയെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ റീച്ചാണ്. അതായത് നമുക്ക് ലോകത്തിൻ്റെ ഏതൊരു കോണിലിരുന്നായാൽ പോലും നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ യാതൊരു ലിമിറ്റേഷൻ ഇല്ലാണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് ഇന്ത്യയിലിരുന്നായാൽ പോലും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ആഫ്രിക്കയിലും ചൈനയിലും സെയിൽ ചെയ്യാനായിട്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓഡിയൻസ് ടാർഗറ്റിംഗ് ആണ്. അതായത് ഞാൻ നേരത്തെ സംസാരിച്ച പോലെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ അത് ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിയതുകൊണ്ട് മാത്രമേ നമുക്ക് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോരോ ഏജ് ഗ്രൂപ്പിന് വേണ്ടി, ഫോർ എക്സാമ്പിൾ നമ്മളൊരു അഡിഡാസിൻ്റെ ഷൂ ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഷൂ ഇടുന്ന ആൾക്കാരിലേക്ക് മാത്രമേ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എത്തിയതുകൊണ്ട് നമുക്ക് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഏജ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ആൾക്കാരുടെ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഓൺലൈനിലെ ബിഹേവിയേഴ്സ്, ഇത്രയും കാര്യങ്ങൾ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾക്ക് നമ്മളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എഫക്റ്റീവും എഫിഷ്യൻറ്റുമാക്കി എടുക്കാനായിട്ട് ഓഡിയൻസ് ടാർഗറ്റിംഗ് വഴി നമുക്ക് സാധിക്കും. നമ്മുടെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് മെഷറബിൾ റിസൾട്ട്സ് ആണ്. അതായത് നമ്മളൊരു ആഡ് ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ആഡ് ക്യാമ്പയിൻ വഴി നമുക്ക് എത്രത്തോളം സെയിൽസ് ജനറേറ്റ് ആവുന്നുണ്ട് എന്നതിന് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ ആഡ് ക്യാമ്പയിൻ സക്സസ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ഒരു ആഡ് ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ആഡ് ക്യാമ്പയിൻ വഴി ഉണ്ടാകുന്ന ഏതൊരു റിസൾട്ട്സ് ആയപ്പോലും നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ആഡ് ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്യാനും അതുപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും ആഡ് ഓൺസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൊടുക്കാനോ സാധിക്കുള്ളൂ. ഇനി ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. മറ്റുള്ള മാർക്കറ്റിംഗ് രീതിയെ വെച്ച് നോക്കുമ്പോൾ, അതായത് ന്യൂസ് പേപ്പർ, TV,
ബിൽ ബോർഡ്സ് അതുപോലുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയെ വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ എമൗണ്ട് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എന്ന സ്ലൈഡിൽ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ട്രഡീഷണൽ മാർക്കറ്റിൻ്റെ എക്സാമ്പിളാണ് ന്യൂസ് പേപ്പേഴ്സ്, ടി വി, റേഡിയോ, ബിൽ ബോർഡ്സ് അങ്ങനത്തുള്ള അഡ്വർടൈസ്മെൻറ്റ് രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എപ്പോഴും കോസ്റ്റ്ലി ആയിരിക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ലിമിറ്റഡ് റീച്ച് ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഗ്ലോബൽ റീച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരിക്കലും നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് നമുക്കൊരു കസ്റ്റമേഴ്സിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റില്ല. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് ഏത് ഓഡിയൻസ് ആണോ വേണ്ടത് അവരിലേക്ക് മാത്രമായിട്ട് പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് മെഷർ ചെയ്യുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു പെർഫോമൻസ് ആയാൽ പോലും ലീഡായാൽ പോലും നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് കസ്റ്റമേഴ്സിനോടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എപ്പോഴും ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി സാധിക്കും. ഇനി വരുന്ന നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസാണ്. നമുക്കറിയാം ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്താണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന പോയിൻ്റാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ അഥവാ SEO. എന്താണ് SEO എന്നുള്ളത് ആ വേർഡിൽ തന്നെ വ്യക്തമാണ്. നമ്മളുടെ വെബ്സൈറ്റ് ഒരു സെർച്ച് എൻജിൻ, അതായത് ഗൂഗിൾ പോലത്തുള്ള സെർച്ച് എൻജിനുകളിൽ ഒപ്റ്റിമൈസ് ചെയ്ത് റാങ്ക് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മൾക്ക് SEO ചെയ്യാനായിട്ട് നമ്മളുടെ വെബ്സൈറ്റിൽ റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ആഡ് ചെയ്തും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് ആഡ് ചെയ്ത് ആ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്തും ആ ഒരു വെബ്സൈറ്റിൻ്റെ ഓവറോൾ സ്ട്രക്ചർ പ്രോപ്പറാക്കിയും നമ്മൾക്ക് നമ്മളുടെ വെബ്സൈറ്റ് SERP പേജിൽ റാങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സുകളും ഇനി വരുന്ന വീഡിയോസിൽ വരുന്നതായിരിക്കും. ഇത് ചെയ്യുന്ന വഴി നമ്മളുടെ വെബ്സൈറ്റ് ആ ഒരു SERP പേജിൽ അല്ലെങ്കിൽ ആ സെർച്ച് എൻജിനിലെ റിസൾട്ട് പേജിൽ റാങ്ക് ചെയ്ത് ടോപ്പിൽ വരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോണ്ടൻറ് മാർക്കറ്റിംഗ് ആണ്. അതായത് നമ്മളുടെ ഓഡിയൻസിനെ, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള കോണ്ടൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് അത് റിലവൻറ്റും വാല്യുബിളും ആവുന്ന വിധത്തിലുള്ള കോണ്ടൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് കോണ്ടൻറ് മാർക്കറ്റിംഗ്. ഈ കോണ്ടൻറ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബ്ലോഗ്സ് ക്രിയേറ്റ് ചെയ്യാം, വീഡിയോസ് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ചെയ്യാം. ഇനി ഇമെയിൽ വഴിയായാൽ പോലും നമുക്ക് റൈറ്റ് പീപ്പിളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് അവരുടെ ഇൻട്രസ്റ്റ് നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് വഴി. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ അതായത് എക്സ്, ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫൈൽ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ബ്രാൻഡിൻ്റെ അവയർനെസ് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഉണ്ടാക്കുകയും അവരുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇത് വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു മെത്തേഡാണ് PPC, അതായത് പേ പെർ ക്ലിക്ക്. നമ്മളുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരു സെർച്ച് എഞ്ചിനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോ ഇട്ടിട്ട് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഈ PPC എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഓഡിയൻസ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളുടെ കയ്യിൽ നിന്ന് എമൗണ്ട് സ്പെൻഡ് ആവുള്ളൂ. അനാവശ്യമായിട്ട് യാതൊരു എമൗണ്ടും അല്ലാത്ത പക്ഷം സ്പെൻഡ് ആവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മുടെ നെക്സ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് ആൻഡ് വാട്സപ്പ് മാർക്കറ്റിംഗ് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളൊരു ഷോപ്പിൽ കയറിയാലോ അവരുടെ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും നമ്മൾക്ക് വാട്സപ്പ് ത്രൂ ഇമെയിൽ ത്രൂ അപ്ഡേഷൻ വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് അഥവാ വാട്സപ്പ് മാർക്കറ്റിംഗ് വഴി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഈ ഒരു പേര് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലെങ്കിൽ പോലും ഈ ഒരു മെത്തേഡ്
പലപ്പോഴായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് മറ്റുള്ള ആളുകളെ വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു യൂട്യൂബ് ചാനലിൽ കയറി അല്ലെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കയറിയിട്ട് ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അവരൊരു പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യണം. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് താഴെ കാണുന്ന ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇത്ര % ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെയുള്ള അഡ്വർടൈസ്മെൻറ്റ് രീതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു വേർഷനാണ്. അവരെ യൂസ് ചെയ്തിട്ട്, ആ ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിനെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് അവർക്കൊരു ചെറിയൊരു കമ്മീഷൻ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒറ്റുനോക്കുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആയിക്കഴിഞ്ഞാൽ ഏതൊക്കെ ജോബ് റോളുകളിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാം? നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ജോബ് റോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാം. നിങ്ങൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആവാം, SEO സ്പെഷ്യലിസ്റ്റ് ആവാം, സോഷ്യൽ മീഡിയ മാനേജർ ആവാം, ഇനി അഥവാ പെർഫോമൻസ് മാർക്കറ്റർ ആവാം. ഇനി നിങ്ങൾക്കൊരു ഫ്രീലാൻസറായിട്ട് ഈ ഒരു ജോബ് റോളിലെല്ലാനും ആക്ട് ചെയ്യാം. നിങ്ങൾക്കൊരു കൺസൾട്ടൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഏജൻസി തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്. നിങ്ങൾക്ക് ഏത് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഏത് സെക്ഷനിലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഏതൊരു ജോബ് റോളിലേക്ക് വേലും കൺവെർട്ട് ആവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഈ ഒരു വീഡിയോ വഴി ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിലുണ്ടായ സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, വെബ്സൈറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ക്ലാസ്സാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതുവരേക്കും നിങ്ങൾ ഈ വീഡിയോ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.